ഹായ്, ഇതാണ് നമ്മുടെ വർക്കല പാവനാശം. ജനാർദ്ദന സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇത് താഴെ കുളമാണ്, അമ്പലക്കുളമാണിത്. അമ്പലക്കുളമാണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് മുകളിലായിട്ടാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ മറുകരയിൽ നിന്നും കൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് അമ്പലക്കുളമാണ്. ആ സൈഡ് ശ്രീരാമക്ഷേത്രവും ഒക്കെ ഉണ്ടതാണ് കേട്ടോ. ഇതാണ് വർക്കല. ഇത് ഏത് ഭാഗമാണ്? ഇത് ഈ പോകുന്നത് വർക്കല, പറഞ്ഞ പോലെ എന്താ പറയേണ്ടത്, പാവനാശം റൂട്ടാണ്. അതവിടെ താഴെ അമ്പലക്കുളം വരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയാണ് കേട്ടോ. ഇതെല്ലാം സായിപ്പന്മാരൊക്കെ വന്ന് കാണുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. ഈ റോഡ് വർക്കല റോഡാണ് അവിടെ. ഇത് വർക്കല റോഡാണ്. വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴിയാണ്. ടൂറിസ്റ്റ് മേഖലയാണ് കേട്ടോ. അയ്യോ, കമ്മലൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങോ, ഇങ്ങോട്ട് ഈ സൈഡ്. ഇതാണ് നമ്മുടെ വർക്കല തുരപ്പ്, വർക്കല കനാലെന്നും പറയും, തുരപ്പ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല, വറ്റി വരണ്ടിരിക്കുകയാണ്. ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ ഒരുപാട് വെള്ളമുള്ള ഒരു കനാലായിരുന്നു, തുരപ്പായിരുന്നു. അപ്പോൾ ഈ തുരപ്പിലാണ് എൻ്റെ അമ്മയും അമ്മയുടെ സഹോദരങ്ങളായ എൻ്റെ മാമനുമൊക്കെ ഈ തുരപ്പിൽ കളിച്ച് വളർന്ന് നിലവെള്ളമൊക്കെ ചവിട്ടി നീന്തൽ പഠിച്ച ഒരു തുരപ്പായിരുന്നു ഇത് കേട്ടോ. അന്ന് അമ്മയുടെ കാലഘട്ടത്തിൽ അമ്മ പറയുമായിരുന്നു, ഈ തുരപ്പിൽ വന്ന് ഭയങ്കര വെള്ളമായിരുന്നു മക്കളെ, വള്ളമൊക്കെ വരുന്നവരിതാണ്. അപ്പോൾ ഈ വള്ളത്തിലാണെങ്കിൽ ചരക്കുകളൊക്കെ കൊണ്ടുവന്ന്, അതായത് കയറ്റി കൊണ്ടുപോകുന്നത്. ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇതിലൊരു തുരങ്കമുണ്ട് കേട്ടോ. ഈ തുരങ്കം, ഈ കനാലിൻ്റെ അകത്ത് ഇതിനൊരു തുരങ്കമുണ്ട്. അത് ഏതാ ഒരു മഹാരാജാവൊക്കെ നിർമ്മിച്ചതെന്നാണ്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ഈ തുരപ്പ് വറ്റി വരണ്ടിരിക്കുകയാണ്. ഇത് ശിവഗിരി മഠത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ വർക്കല തുരപ്പ് വരുന്നത്. തൊട്ട് അക്കരെ ഭാഗത്തൊക്കെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വീടുകളൊന്നും അത്രയ്ക്കില്ല. ഇപ്പോൾ അന്നൊന്നും ഈ തുരപ്പിൽ ഈ വെള്ളമുള്ള സമയത്ത് ആരും ഇറങ്ങത്തില്ല, അത്രയും ആഴമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അവിടെ പശുവിനെയും ആടിനെയൊക്കെ കിട്ടുന്നൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അതാ കണ്ടില്ല, അവിടെ ചെറിയതായിട്ടുള്ളൊരു നീർച്ചാൽ, ആ വെള്ളം ദാ കാണുന്നത്, അത്രയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇതുമൊക്കെ ശിവഗിരിയൊക്കെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. ആ കനാലിൻ്റെ സൈഡാണ് കേട്ടോ. കനാലിൽ അതാണ്ട പുതിയ ഒരു പാലത്തിന് വേണ്ടിയായിരിക്കും താണ്ട ഈ കമ്പി റോളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേണ്ട, ഇതാണ് കനാൽ. അങ്ങ് അറ്റം വരെ ഉണ്ടെന്നേ കനാൽ. ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന സ്ഥലങ്ങളാണിത്. വർക്കല ശിവഗിരി കനാൽ, ഇതൊക്കെ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കാണാനൊക്കെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. ഇഷ്ടംപോലെ വെള്ളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാമൊക്കെ നിരപ്പായി, ഇടിച്ച് നിരപ്പാക്കി, വെള്ളങ്ങളൊക്കെ കുറവാണ്, മനസ്സിലായ. അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ അറിയാത്തവർക്ക് കൂടി
വർക്കലയുള്ളവർക്കൊക്കെ അറിയാം. എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ ഇവിടെ നിന്നൊക്കെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ അവർ ചിലപ്പോൾ ഒഴിപ്പിക്കുമായിരിക്കും. എന്തെങ്കിലും ഇതാ കണ്ട കനാലാണ്, കനാൽ പോട്ട് ഇതൊക്കെയാണ്. കനാൽ തോട്ട് വരമ്പിൽ കാണുന്ന ചെടികളാണ്. ഇപ്പോഴൊക്കെ പശുവിനെയൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലങ്ങളായി.